സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയുന്ന പോലെ എന്റെ ഒരു അഹങ്കാരമായിരുന്നു സിദ്ധു. പക്ഷെ ഇപ്പൊ സിദ്ധു ഒരു അപമാനം. അമ്മേ, എന്താ ഈ പറയുന്നേ? എന്താ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? സോഷ്യൽ മീഡിയയിലൊന്നും കാണുന്നില്ലേ? സിദ്ധുവിനെ ആക്ഷേപിക്കുന്നു, അതിനൊപ്പം എന്നെ അപമാനിക്കുന്നു. കഴിവില്ലാത്ത ഭാര്യമാരുള്ള വീടുകളിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന് എല്ലാവരും കണ്ടതല്ലേ? അച്ഛാ, വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അതിന് ഇവിടെ ആരും വിശ്വസിക്കാനും പോകുന്നില്ല. ഞങ്ങൾക്ക് മനസ്സിലാവണം അച്ഛൻ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന്. ആ പെണ്ണ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതെല്ലാം കള്ളമാണെങ്കിൽ അതൊക്കെ നിഷേധിച്ച് അച്ഛൻ ഒരു വീഡിയോ ചെയ്യണം. അതെ, അതാ വേണ്ടത്. നമുക്കത് അപ്ലോഡ് ചെയ്യാം. കൃത്യമായൊരു വിശദീകരണം. അച്ഛന്റെ സ്വഭാവം സംശയിക്കുന്നവർക്ക് അതൊരു മറുപടി ആവുകയും ചെയ്യും. അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് മറുപടി കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി. നാട്ടുകാരെല്ലാവരും സിദ്ധുവിനെ കുറിച്ച് മനസ്സിലാക്കി തുടങ്ങി. നന്ദം പറഞ്ഞതുപോലെ കാര്യങ്ങൾ വിശദീകരിച്ച് സിദ്ധു വീഡിയോ ചെയ്തേ പറ്റൂ. എന്റെ സ്റ്റാൻഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അച്ഛൻ അഗൈൻസ്റ്റ് ആയിട്ട് ഒരു സ്റ്റാൻഡും ഇല്ല. ആകെ മുങ്ങിയ കുളിരില്ല എന്ന് പറയുന്ന പോലെ ഇനി എത്ര അപവാദം കേട്ടാലും ഏക്കില്ല. അത്ര തൊലിക്കെട്ടി വന്നു കഴിഞ്ഞു. ഇതിനൊരു സമാധാനം തന്നേ പറ്റൂ. അച്ഛൻ താലി കെട്ടിക്കൊണ്ടുന്ന ഭാര്യയോടും മക്കളായ ഞങ്ങളോടും കടമ കാണിച്ചേ പറ്റൂ. രജനി ചേച്ചി, അച്ഛനെ ടെൻഷൻ ആക്കണ്ട. ദേവികെ, ഞാൻ പറഞ്ഞു നീ ഇതിൽ ഇടപെടണ്ടെന്ന്. നിനക്ക് ചിലപ്പോ പൊള്ളില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങളുടെ മാത്രമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളെ കുറിച്ച് നാട്ടുകാരെന്തൊക്കെയോ പറയുന്നതെന്ന് നീയും കേട്ടതല്ലേ? ചേച്ചി പോലെ തന്നെ എനിക്കും പൊള്ളുന്നുണ്ട്. ഇതും എന്റെ അച്ഛൻ തന്നെയാ. കാര്യങ്ങള് സാവകാശം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറെ സാവകാശം കഴിഞ്ഞല്ലോ, ഇനി ക്ഷമിക്കാൻ പറ്റില്ല. ഇപ്പൊ അറിയണം ആ പെണ്ണ് ഏതാണെന്ന്. ഞങ്ങളോടും പറയണം, നാട്ടുകാരോടും പറയണം. അച്ഛൻ പറഞ്ഞേ പറ്റൂ. ഞങ്ങൾക്ക് അറിയണം ആരാ പെണ്ണ്. അച്ഛനും അവളും തമ്മിലുള്ള ബന്ധം എന്താ? സിദ്ധുന്റെ മോളാണോ? എങ്കിൽ അതെങ്കിലും പറ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.